മഹാനായ എ.കെ. ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. അതിന് പിന്നിലൊരു കഥയുണ്ട്. കാപ്പിത്തോട്ടത്തിൽ തൊഴിലാളികൾ സമരത്തിലായിരുന്നു, അല്ലെങ്കിൽ കാപ്പിത്തോട്ടത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് ഇന്ത്യൻ കോഫി ഹൗസ് എ.കെ.ജി സ്ഥാപിച്ചത്. അതിൻ്റെ ചരിത്രം പറയുകയില്ല ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യവും എൻ്റെ ഉദ്ദേശവും. എ.കെ.ജി സ്ഥാപിച്ച ഇന്ത്യൻ കോഫി ഹൗസ് ഇങ്ങനെ മൺമറഞ്ഞു പോവുകയാണ്. നഗരങ്ങളിൽ, ഇന്ത്യയിലെ ഏത് നഗരത്തിൽ ചെന്നാലും മലയാളിക്ക് ഇഷ്ടത്തോടുകൂടി ഇഷ്ടഭക്ഷണം ലഭിച്ചിരുന്ന ഇടങ്ങളായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്. ഒരേ രുചിയിൽ ഒരേ വിഭവങ്ങൾ ലഭിച്ചിരുന്ന ഇടങ്ങൾ. അവിടെയുള്ള വിഭവങ്ങൾ നമുക്കറിയാം. കട്ട്ലറ്റ് ആണെങ്കിലും, കോഫി ആണെങ്കിലും, ബീഫ് ആണെങ്കിലും, പൊറോട്ടയാണെങ്കിലും, ചപ്പാത്തി ആണെങ്കിലും എല്ലായിടത്തും ഒരേ രുചിയാണ്. ആ രുചി ഇപ്പോഴും നാവിൻ തുമ്പിലുണ്ട്. പിന്നെ ചെന്നിരിക്കാൻ ഒരിടം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായിരുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ഒരു പക്ഷേയെങ്കിൽ ചലച്ചിത്ര താരങ്ങളായ മോഹൻലാലും അതുപോലെ തന്നെ സംവിധായകൻ പ്രിയദർശനുമൊക്കെ ആ ഇടത്ത് വന്നിരുന്ന ചർച്ചകൾ ചെയ്തതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ന് ആ കോഫി ഹൗസ് ഇല്ല അവിടെ. അതിനുശേഷം അതിന് സമീപത്ത് ഒരു കോഫി ഹൗസ് ഉണ്ടായിരുന്നു, ഒരു കെട്ടിടത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ. അതും പൊളിച്ചു മാറ്റി. പിന്നെ MLA ഹോസ്റ്റലിന് സമീപം ഒരു കോഫി ഹൗസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നിരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒത്തുകൂടാനോ ഒന്നും സൗകര്യമുണ്ടായിരുന്നില്ല. കാരണം MLA മാരും മന്ത്രിമാരും അല്ലെങ്കിൽ അവരുടെ സിൽബന്ദികളും പോലീസുകാരും ഒക്കെ വന്നിരിക്കുന്ന സ്ഥലത്ത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് ചെന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. കൊല്ലത്താണെങ്കിൽ പാർവതി മില്ലിന് സമീപമായിരുന്നു രസകരമായ കോഫി ഹൗസിൻ്റെ ബിൽഡിംഗ്. അവിടെയും ഇതുപോലെ സൗഹൃദ സദസ്സുകൾ ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ അവിടെ വരുമായിരുന്നു. ഇന്ന് അത് ഇല്ല. അതുപോലെ കിളിമാനൂർ ഭാഗത്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിരവധി ഇടങ്ങളിൽ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. ധാരാളം പ്രതിസന്ധികളാണ്. സാധനങ്ങളുടെ വിലക്കയറ്റം ഒന്നായിരുന്നു, പിന്നെ തൊഴിലാളികളുടെ ക്ഷാമം. ഇതൊക്കെ കോഫി ഹൗസിൻ്റെ പ്രതിസന്ധിക്ക് കാരണമായി മാനേജ്മെൻറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോഴിക്കോടായിരുന്നു കോഫി ഹൗസിൻ്റെ ഏറ്റവും പുഷ്കല കാലം എന്ന് പറയാം. അല്ലെങ്കിൽ കുറേയധികം കോഫി ഹൗസുകൾ കോഴിക്കോട് ഉണ്ടായിരുന്നു. നിരവധി ആളുകളും ഉണ്ടായിരുന്നു, നിരവധി സൗഹൃദങ്ങളും കോഴിക്കോട് ഉണ്ടായിരുന്നു. അതും ഇന്ന് ഓർമ്മ മാത്രമാണ്. അതും മൺമറഞ്ഞ് പോവുകയാണ്. എന്താണ് കോഫി ഹൗസിന് സംഭവിച്ചത്? അല്ലെങ്കിൽ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ഇങ്ങനെ കോഫി ഹൗസ് മൺമറഞ്ഞ് പോകാമോ? ആലോചിച്ച് നോക്കുക. എ.കെ.ജി സ്ഥാപിച്ച കോഫി ഹൗസ് ഇത്രയധികം നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വമുള്ള സ്ഥാപനം. നമ്മൾ ആകാശവാണി പൂട്ടിപ്പോകുമ്പോൾ ഇവിടുന്ന് കൈ ഉയർത്തി കാണിക്കും, ഈ ആകാശവാണിക്ക് ഗൃഹാതുരത്വമുണ്ട് എന്നൊക്കെ. ഈ കോഫി ഹൗസ് ആണെങ്കിലോ എത്രയധികം തൊഴിലാളികളുടെ ജീവനോപാധിയാണ്. എത്രയധികം ആളുകൾ അവിടെ ജീവിക്കുന്നു, എത്രയധികം സൗഹൃദങ്ങൾ പൂക്കുന്നു, എത്രയധികം ആളുകൾക്ക് അന്നം കൊടുക്കുന്നു വളരെ ചെറിയ മിതമായ വിലയിൽ, കൊള്ള ലാഭം ഇല്ലാതെ. എത്ര ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു. നിങ്ങൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് നോക്കുക, അല്ലെങ്കിൽ പോട്ടെ മറ്റ് ഹോട്ടലുകളിൽ ചെന്ന് നോക്കുക, പുഴുവരിക്കുന്ന ഭക്ഷണം ആയിരിക്കും ലഭിക്കുക. ഇപ്പോൾ തന്നെ ഫുഡ് സേഫ്റ്റിക്കാരൊക്കെ റെയ്ഡ് നടത്തി എത്ര ഹോട്ടലുകളാണ് പൂട്ടുന്നത്. ഒരു ദിവസം തന്നെ 600 ഹോട്ടലുകൾ അടച്ചുപൂട്ടിയ ദിവസങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്സവ സീസണുകളിലൊക്കെ ഫുഡ് സേഫ്റ്റി ആളുകൾ റെയ്ഡ് നടത്തി 500ഓളം ഹോട്ടലുകൾക്ക് നോട്ടീസ് കൊടുത്ത സമയങ്ങളുണ്ട്. അപ്പോഴാണ് ആ ഇടങ്ങളിലൊന്നും, ആ ദിവസങ്ങളിൽ ഇന്ത്യൻ കോഫി ഹൗസുകളിലും പരിശോധന നടക്കുന്നുണ്ട്. ആ ദിവസങ്ങളിലൊന്നും, ആ പരിശോധനകളിലൊന്നും ഇന്ത്യൻ കോഫി ഹൗസുകളിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അത്ര നീറ്റായിട്ട്, അത്ര വൃത്തിയായിട്ട്, ഒരേ രുചിയിൽ അങ്ങോളം ഇങ്ങോളം എവിടെയൊക്കെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടോ അവിടെയെല്ലാം ഒരേ രുചിയിലും ഒരേ താളത്തിലും ഒരേ വിലയിലും സാധനങ്ങൾ വിറ്റിരുന്നു. സാധനങ്ങൾ ആളുകൾക്ക് എത്തിച്ചിരുന്നു. ഭക്ഷണ സാധനങ്ങൾ ആളുകൾ അതിനുവേണ്ടി ക്യൂ നിന്നിരുന്നു. ഇപ്പോൾ അവ ഒന്നൊന്നായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടത് സർക്കാരാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഇതിന് ഒരു മറുമരുന്ന് വേണ്ടേ? എത്ര ആളുകളുടെ തൊഴിലാണ്? എനിക്കറിയാവുന്ന എത്ര ആളുകൾ കോഫി ഹൗസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ കുടുംബം അവരെന്ത് ചെയ്യും? പോട്ടെ, അവരുടെ വേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാജകീയ വേഷത്തിലാണ് അവർ നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്നത്. അതൊക്കെ ഒരു കൗതുകമാണ്. പുതിയ തലമുറയ്ക്കും കൗതുകമാണ്. ആ കൗതുകം, ആ ഇഷ്ടം, ആ രുചി, അതൊക്കെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഇടത് സർക്കാരിനുണ്ട്. എ.കെ.ജിയോട് ഒരല്പമെങ്കിലും സ്നേഹം ഈ പാർട്ടിക്കും ഈ സർക്കാരിനും ഉണ്ടെങ്കിൽ, ഇന്ത്യൻ കോഫി ഹൗസിനോട് ഒരല്പം സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിനെ സംരക്ഷിക്കാൻ ഇടത് സർക്കാർ മുന്നിട്ട് ഇറങ്ങണം.